സമ്മർ സീസണിൽ ആക്നെ വരാത്ത രീതിയിലുള്ളൊരു സ്കിൻ കെയറും മേക്കപ്പുമാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഇതൊരു എൻ്റെ ഒരു അപ്ഡേറ്റഡ് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് വീഡിയോയും കൂടിയാണ്. നമ്മൾ ആക്ച്വലി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ കുറച്ചായിട്ട് എൻ്റെ പല്ലിൽ ബ്രേസസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതൊരു ഇൻവിസിബിൾ ബ്രേസസ് ആണ്. പക്ഷേ പലപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് സംസാരിക്കുമ്പോൾ. എന്നുവെച്ചാൽ നോർമലി ചെറിയൊരു ലിസ്പ് വരുന്നുണ്ട് എനിക്ക്. അപ്പം ഞാനിന്ന് ആദ്യം തന്നെ അതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു വീണാസ് ഇൻഡസ്ട്രിയിൽ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കോവേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അത് വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഓൾസോ ഈ ബ്രേസസ് ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു അപ്പർ ലിപ്പിൻ്റെ ഏരിയ കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതും എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഐ തിങ്ക് ഒരു 2-3 വീഡിയോസ് അതിൽ ആക്ച്വലി ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എൻ്റെ 4th ട്രൈ ആണ്. ഇത് ആക്ച്വലി ഏപ്രിൽ വരെ പോകുന്നൊരു ട്രീറ്റ്മെൻറ്റ് ആണ്. ഏപ്രിൽ ലാസ്റ്റ് വരെ പോകും. അത് കഴിഞ്ഞിട്ട് റീറ്റൈനർ മാത്രം ഇടണം. അങ്ങനെയാണ്. നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നൊരു കാര്യമായിരുന്നു, ചേച്ചി ബ്രേസസ് ഇടും, ചേച്ചി ബ്രേസസ് ഇടുമെന്ന്. ആൻഡ് ഫൈനലി ഞാനത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ കൈൻഡ് ഓഫ് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോയും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എനിക്കിതൊക്കെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. നമ്മൾ നോർമലി അങ്ങനെ ചിറ്റ് ചാറ്റ് വീഡിയോസ് വളരെ കുറവായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എപ്പോഴും ഇരുന്ന് യൂട്യൂബിൽ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തന്നെ എപ്പോഴും തോന്നാറുള്ളത്. ഞാനങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല, പക്ഷേ പേഴ്സണൽ ലൈഫിൽ ഓക്കെ. അതെനിക്ക് തോന്നുന്നു കൺസൾട്ടേഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറേ അതറിയായിരിക്കും. ഓക്കെ, എനിഹൗ നമുക്ക് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ ഫേസ് ഞാൻ സിമ്പിളിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ടാണ് വാഷ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. സിമ്പിളിൻ്റെ ഫേസ് വാഷും ബയോക്യൂളിൻ്റെ ഫേസ് വാഷും ഇത് രണ്ടുമാണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത് ഭയങ്കര സോപ്പ് ഫ്രീ ആണ്, ഭയങ്കര മൈൽഡാണ്, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫേസ് വാഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു എന്താ പറയുക, സ്കിൻ കെയർ പ്രൊഡക്ട്സും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നെ ഇങ്ങനെ മേക്കപ്പ് ഇല്ലാതെ കാണണമെന്ന് നിങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇതാണ്, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ. നമുക്ക് ആദ്യം ലിപ് ബാം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ലിപ് ബാം പോലും ഞാൻ ഇട്ടിട്ടില്ല. ലിപ് ബാം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ജനുവരി പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ തീരെ മോട്ടിവേറ്റഡ് അല്ലാത്ത ഒരാളായി മാറി. സ്കിൻ കെയർ പോലും ചെയ്യാനുള്ള ഒരിതില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ, ഒന്ന് എനിക്ക് സ്കിൻ കെയർ കുറച്ച് മാറ്റണം എന്നുണ്ടായിരുന്നു, കുറച്ച് അപ്ഗ്രേഡേഷൻ നടത്തണം എന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം എനിക്ക്, അതായത് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനുള്ള, നമ്മളെ തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന, നമുക്ക് എന്തെങ്കിലും റിവാർഡ് പോലെ കൊടുക്കുന്നത് രീതിയിലൊക്കെ ആകണമെന്ന് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത്, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്തെങ്കിലും അത് ചെയ്യുമല്ലോ. നിങ്ങൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്നോട് പറയണേ. സോ ഞാനിതിപ്പോൾ യൂസ് ചെയ്തത് ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാം ആണ്. ഇതിപ്പോൾ നോർമലി ഒരു ഡേ ടൈമും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആക്ച്വലി ഇതിട്ടത്. ഇത് നല്ല ലിപ് ബാം ആണ്. പിന്നെ പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം, ചെറിയ രീതിയിൽ ഇതൊന്ന് സെപ്പറേറ്റ് ആവുന്നുണ്ട്. അതായത് ഒരു ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ ചില സമയത്ത് ആദ്യം ആ ഒരു ഓയിൽ മാത്രം പുറത്തേക്ക് വരുന്നത് പോലെ കാണുന്നുണ്ട്. അതാണ് ഇതിനകത്ത് എനിക്ക് ആകെ തോന്നിയിട്ടുള്ളൊരു പ്രശ്നം. അതുപോലെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, നമ്മൾ ഈ നൈക്കയുടെ ഒക്കെ സ്കിൻ കെയർ സെയിലൊക്കെ വരുന്നല്ലോ കുറച്ച് മുമ്പ്, ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സെയിലൊക്കെ നോർമലി സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ട്രെൻഡിലുള്ള കുറേ പ്രൊഡക്ട്സ് വാങ്ങുകയാണ് ചെയ്യുക. അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും വാങ്ങാതെ കുറച്ചും കൂടി വൈസായിട്ടൊരു ഡിസിഷൻ എടുത്ത് നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഏരിയസിലും, അതായത് എല്ലാ സീസണിലും ആക്ച്വലി നിന്ന് പോകാൻ പറ്റുന്ന പ്രൊഡക്ട്സ് കിട്ടും. ഓക്കെ, ഞാൻ നൈക്കയുടെ സെയിലിൽ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇതൊന്ന്, ടോണി മോളിയുടെ ടോണർ. എന്നോട് മുമ്പ് കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ ഏതാണെന്ന്. ഞാൻ SNPയുടെ ഒരു ടോണറാണ് മുമ്പ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സാലറോണിക് ടോണർ. SNPയുടെ ടോണർ തന്നെയാണ് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നൗ ഇറ്റ്സ് ലൈക്ക്, എനിക്കത് എല്ലായിടത്തും അവൈലബിൾ അല്ല. SNPയുടെ പലയിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോണർ തന്നെയാണെങ്കിൽ അത് കിട്ടാനേ ഇല്ല. അപ്പോൾ എനിക്ക് ടോണർ ഒന്ന് മാറ്റണമായിരുന്നു. ആൻഡ് നൗ ഇറ്റ്സ് ലൈക്ക് എല്ലാവരും പറയുന്നുണ്ട് മിൽക്കി ടോണർ ഭയങ്കര നല്ലതാണെന്ന്. പക്ഷേ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, മിൽക്കി ടോണർ ഇപ്പം മേ ബി നമ്മളിപ്പോൾ ഒരു ഡിസംബർ ജനുവരി ആ മന്തിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ പേര് മിൽക്കി ടോണർ വാങ്ങിയിട്ട് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇനി സമ്മറാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മിൽക്കി ടോണർ പോലൊരു ടോണർ വാങ്ങുമ്പോൾ അത് കുറച്ചും കൂടെ മോയ്സ്ചറൈസ്ഡ് ആക്കുന്നതും കുറച്ചും കൂടെ സ്കിന്നിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതും ഒക്കെയാണ്. പക്ഷേ അത് ചിലപ്പോൾ അത് കുറച്ചും കൂടെ തിക്കായതുകൊണ്ട് തന്നെ അത് കുരു വരാനുള്ളൊരു കാരണമാവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടോണി മോളിയുടെ ഈ ടോണർ വാങ്ങാമെന്ന്. ഈ ടോണർ ആക്ച്വലി ഇതൊരു 200 ml ബോട്ടിലാണ്.
ഇതൊരു 950 റുപ്പീസ് എന്തോ ആണുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ നോർമലി ടോണറൊക്കെ വാങ്ങുമ്പോൾ ഒരു 100 ml അല്ലെങ്കിൽ 200 ml നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് $500 അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതാണ്. ഇത് ഒന്ന് നല്ലൊരു ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡിൻ്റെ ടോണർ ടോണിമോളി എന്ന് പറഞ്ഞാൽ കൊറിയൻ ബ്രാൻഡാണ്, അതിൻ്റെ ടോണറാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ടോണറാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സമ്മറിൽ നിങ്ങൾക്ക് ആക്ച്വലി വേറെ ഹൈലറോണിക് ആസിഡ് പ്രൊഡക്ട്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട, അതായത് സിറംസ് യൂസ് ചെയ്യേണ്ട, വേറെ അതിന് വേണ്ടിയിട്ടുള്ള എസൻസ് യൂസ് ചെയ്യണം എന്നില്ല. തിക്കായിട്ടുള്ള വേറൊരു സിറമോ അങ്ങനെയുള്ളൊരു കാര്യമൊന്നും മേ ബി അതിൻ്റെ പുറത്ത് യൂസ് ചെയ്യണമെന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹൈലറോണിക് ആസിഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോണർ യൂസ് ചെയ്യാവുന്നതാണ്. ടോണർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് പറയുക, നമ്മൾ ടെക്സ്ചർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ സ്കിന്നിനെ നോർമലി ഇറിറ്റേറ്റ് ചെയ്യാത്തത് പോലത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് ഇത് ടോണർ ബേസിസിലും കൂടി ആയതുകൊണ്ട്, ഇത് ടോണർ ഫോർമുലേഷനിലും കൂടി ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി കട്ടി കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അയ്യോ, എൻ്റെ നെറ്റിയിൽ ഇവിടെ എന്തോ ഒരു സാധനം കടിച്ചു. എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാനിപ്പോൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതുകൊണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല. ഇത് ആക്ച്വലി ഇപ്പോൾ ഭയങ്കര റെഡായി വരും. എൻ്റെ സ്കിൻ അത്രയും സെൻസിറ്റീവാണ് സത്യത്തിൽ. എൻ്റെ സ്കിന്നിന് നോർമലി കുരു വരാത്തൊരു സ്കിന്നാണ്. പിമ്പിളിൻ്റെ മറ്റേ പീരീഡ്സിൻ്റെ ടൈമിൽ മാത്രം കുറച്ചൊക്കെ ഒരു പിമ്പിൾ വരുന്നതാണ്. പക്ഷേ എൻ്റെ സ്കിന്നിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, വൺസ് പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ആ മാർക്സ് ഭയങ്കര സ്റ്റബോണായിട്ട് കാണും. ആൻഡ് അത് ഭയങ്കര വിസിബിൾ ആയിരിക്കും ആ മാർക്സ്. ഇപ്പോൾ ഞാൻ ആക്ച്വലി ടോണർ യൂസ് ചെയ്തു. ഞാൻ ഈ ടോണറിൻ്റെ ഒരു ലെയറും കൂടി പോവും. അങ്ങനെയാണ് നോർമലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഭയങ്കര സമ്മറാവും, നമ്മുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു ലെയർ കുറയ്ക്കാവുന്നതാണ്. ചിലർ ആക്ച്വലി ഇതിന് 3 ലെയർ വരെയൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ നോർമലി എപ്പോഴും ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു കാര്യം അണ്ടർ ഐ സിറം ഇടുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അണ്ടർ ഐ സിറം ഇടുന്നില്ല. ബിക്കോസ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണ്. ഇത് ഓർഡിനറിയുടെ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സിറമാണ്, പ്ലസ് കോപ്പർ പെപ്റ്റൈഡ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓർഡിനറിയുടെ കോപ്പർ പെപ്റ്റൈഡും ഇതും രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. ഇപ്പോൾ റെറ്റിനോളൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ ഗ്രോത്ത് ഫാക്ടർ സിറം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളൊരു സ്കിൻ കെയറിൽ പെടുത്താവുന്ന ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഗ്രോത്ത് ഫാക്ടർ സിറത്തിന് ആക്ച്വലി അധികം റേറ്റ് ഇല്ല. 1250 അങ്ങനെ എന്തോ ആണ് ഉള്ളത്. ബിക്കോസ് ഇതിപ്പോൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട്. കോപ്പർ പെപ്റ്റൈഡ് സിറം ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമുക്ക് ഹൈഫൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന് നിങ്ങൾക്കൊക്കെ അറിയാം, കൃത്യസ് പറഞ്ഞിട്ട് ഹൈഫൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന് ആക്ച്വലി കോപ്പർ പെപ്റ്റൈഡ് പ്ലസ് മെട്രിക്സൽ 2000 അങ്ങനെ ഒരു ഫിനിഷിൽ വരുന്ന ഒരു സിറമാണ്. എന്താണ് പറയുന്നത്, ഒരു കോമ്പിനേഷനിൽ കുറേ പവർഫുൾ ആക്റ്റീവ്സ് എല്ലാം കൂടി ചേർത്തുള്ള കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്ലൂ കളർ ഒരു സിറമുണ്ട്. അതിൽ കോപ്പർ പെപ്റ്റൈഡ് ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് അതിനകത്തുള്ള ക്വാളിറ്റി മീൻസ് ആ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ എന്തോ ചെറിയ പെർസെൻറ്റേജിലാണ് തോന്നുന്നു അവരതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ ക്വാളിറ്റി വൈസിൽ എന്തോ പ്രശ്നമുണ്ട്. ബിക്കോസ് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഒന്നും ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല അത്. അപ്പോൾ നിങ്ങൾ ഹൈഫൻ്റെ കോപ്പർ പെപ്റ്റൈഡൊക്കെ വാങ്ങുമ്പോൾ കോപ്പർ പെപ്റ്റൈഡിൻ്റെ ആ ഒരു കോമ്പിനേഷൻ സിറമൊക്കെ വാങ്ങുകയാണെങ്കിൽ, അത് ഏതാണെന്നുള്ളത് ഞാൻ ആക്ച്വലി ഇവിടെ പിക്ചർ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 20s ആൾക്കാർക്കൊക്കെ, 20s മിഡ് 20s അല്ലെങ്കിൽ ഒരു 25+ അങ്ങനെയുള്ള അപ് ടു 30s അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ആ കോപ്പർ പെപ്റ്റൈഡ് കുറച്ചെങ്കിലും ബെനിഫിഷ്യൽ ആവുക. അതല്ലെങ്കിൽ പെപ്റ്റൈഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം എന്ന് പറയുന്നത് കോൺഷ്യസ് കെമിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പെപ്റ്റൈഡ് സിറം, പെപ്റ്റൈഡ് എസൻസ് ഉണ്ട്. അത് ഞാനിവിടെ പിക്ചർ കൊടുത്തേക്കാം. അപ്പോൾ അത് നല്ലതാണ്, ആ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്. അത് ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൽ ആക്ച്വലി കോപ്പർ പെപ്റ്റൈഡൊന്നും അല്ല, ബട്ട് പെപ്റ്റൈഡ്സ് എന്ന നിലയ്ക്ക് ആക്ച്വലി നല്ലതാണ്. അത് സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാണ്. ആൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് 700 സംതിങ് എന്തോ ആണ് അതിൻ്റെ റേറ്റ്. ആൻഡ് കോൺഷ്യസ് കെമിസ്റ്റിൽ എപ്പോഴും ആക്ച്വലി സെയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ. മേ ബി ഒരു buy 2 get 4 അല്ലെങ്കിൽ buy 3 get 5 അങ്ങനെയൊക്കെ പല സെയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി അതിൽ നിന്ന് വാങ്ങാമെന്നുണ്ട്. ഞാൻ ഇന്നത്തെ ഈ ഇതിൽ ആക്ച്വലി കുറേയധികം കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല, എനിക്ക് ആ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രോത്ത് ഫാക്ടർ സൊല്യൂഷൻ സിറമാണ്. ഇത് ആക്ച്വലി ഭയങ്കര വാട്ടറി ആയിട്ടുള്ളൊരു സിറമാണ്. ഇത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനും
സ്കിന്നിന് ഒരു ഫേംനെസ് കൊടുക്കാനും. ഇനി ഞാൻ ഈ മൾട്ടിപെപ്റ്റൈഡ് എൻ്റെ ഐ സിറമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതും ആക്ച്വലി ഞാൻ ഓർഡിനറിയുടെ ആണ്. ഇത് ഓർഡിനറിയുടെ തന്നെ നിങ്ങൾ വാങ്ങണം എന്നില്ല. നിങ്ങൾക്ക് എന്താ പറയുക, കുറേയധികം മൾട്ടിപെപ്റ്റൈഡ്സ് ഉള്ള ഐ സിറംസ് ഉണ്ട്. അതല്ലെങ്കിൽ റെറ്റിനോൾ ബേസ്ഡ് ആയിട്ടുള്ള വിഷ് കെയറിൻ്റെ ഐ സിറം ഉണ്ട്, നല്ലതാണത്. ബിക്കോസ് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ നൈറ്റിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബയോക്യൂളിൻ്റെ അണ്ടർ ഐ സിറംസ് ഉണ്ട്, അത് നല്ലതാണ്. പിന്നെ ഇതൊന്നുമല്ലെങ്കിൽ ഞാൻ ഒരു ഓപ്ഷൻ കൂടി തരാം. ഇനി ആക്ച്വലി അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാം, അപ്പോൾ ഓപ്ഷൻസ് തരാം. ഇനി നെക്സ്റ്റ് ഈ കോപ്പർ പെപ്റ്റൈഡ് സിറമാണ്. കോപ്പർ പെപ്റ്റൈഡ് സിറം ആക്ച്വലി ഇതൊന്ന് അബ്സോർബായി അതിനുശേഷം കോപ്പർ പെപ്റ്റൈഡ് സിറം ഞാൻ അപ്ലൈ ചെയ്യാണ്. ഇതൊരു ബ്ലൂ കളർ, ഇതാണ് ഞാൻ പറഞ്ഞത്, ബ്ലൂ കളർ സിറമാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ വളരെ കുറച്ച് സൂക്ഷിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. മോസ്റ്റ്ലി ഇപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത്. ആൻഡ് ഇപ്പം ഞാൻ ആക്ച്വലി വൈറ്റമിൻ സി ഒന്നും യൂസ് ചെയ്യുന്നില്ല. വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രോത്ത് ഫാക്ടർ സൊല്യൂഷൻ്റെ കൂടെ ആൻഡ് കോപ്പർ പെപ്റ്റൈഡ് സിറത്തിൻ്റെ കൂടെ ആസിഡിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റമിൻ സി ഒന്നും ഇതിൻ്റെ കൂടെ ലെയർ ചെയ്യാത്തത്. ഇത് രണ്ടും കൂടിയാണ് ഏറ്റവും ബെറ്റർ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ആക്ച്വലി ഞാൻ നോർമലി ഒരു സൺസ്ക്രീനിലേക്ക് പോവുകയാണ് ചെയ്യുക. സൺസ്ക്രീനും ആക്ച്വലി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ കുറേ ആയിട്ട് നമ്മൾ ആക്ച്വലി ഡോട്ട് ആൻഡ് കീ, ഡെർമാക്കോ അല്ലെങ്കിൽ വിഷ് കെയർ അങ്ങനത്തെ കുറേ സൺസ്ക്രീൻസ് കാണിക്കുന്നുണ്ട്. കുറേ എൻ്റെ ഫേവറേറ്റ്സ് ആണ്, എല്ലാം നല്ല സൺസ്ക്രീൻസ് ആണ്. അതൊക്കെ കെമിക്കൽ സൺസ്ക്രീൻസുമാണ്. അപ്പോൾ സമ്മറിൽ ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടി ഒന്ന് ഫിസിക്കൽ സൺസ്ക്രീനും കൂടി ഉണ്ടായിരുന്നാൽ അത്രയും നല്ലതാണ്. ബിക്കോസ് അധികം ടാൻ ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റാം. ഓൾസോ എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഈ ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ടുള്ള ടെക്സ്ചറിലുള്ള സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നാസിനമൈഡ് അടങ്ങിയ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ ചെറിയതായിട്ട് എനിക്ക് ബേസിൽ മേക്കപ്പ് എന്തെങ്കിലും ഇടുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ബ്ലൂബെറി സൺസ്ക്രീനാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഭയങ്കര എന്താ പറയുക, നോർമലി ഉള്ളത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് അങ്ങനെയല്ല. ലൈറ്റ് വെയ്റ്റ് ആണ് ഒബ്വിയസ്ലി, ബട്ട് അത് കുറച്ചും കൂടെ തിക്കാണ്. കൈൻഡ് ഓഫ് ഒരു മൂസി ടെക്സ്ചർ അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ ബ്ലൂ കളർ, ഒരു ലാവൻഡർ കളറും കൂടിയാണ് കേട്ടോ. ഞാനതിൻ്റെ ഒരു ചെറിയ പാക്കറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. അപ്പം ഇത് തീർന്നിട്ട് ഈ കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ വേറെ ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഒരു പീച്ച് സൺസ്ക്രീൻ. ആകെയുള്ള ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു 50 ഗ്രാമേ ഉള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കുറച്ചും കൂടി വലിയ സൺസ്ക്രീൻ പാക്കേജുകളാവാം. ഇതും ഞാൻ പറഞ്ഞത് ഇപ്പം കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ നിങ്ങൾക്ക് ആ സൈറ്റിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ എന്തായാലും ലിങ്ക്സൊക്കെ കൊടുക്കാം, ബട്ട് സ്റ്റിൽ സൈറ്റിൽ പോയിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് 2 ഫിംഗർ റൂളിലാണോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് എന്ന്. 2 ഫിംഗർ റൂള് എത്രത്തോളം ക്വാണ്ടിറ്റിയിലുള്ളത് അറിയാത്തവർക്കാണെങ്കിൽ 2 ഫിംഗർ റൂള് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതല്ലെങ്കിൽ നിങ്ങൾ ഫേസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു എമൗണ്ട് സൺസ്ക്രീനിൽ യൂസ് ചെയ്യാം, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഞാൻ എത്രയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ സൺസ്ക്രീൻ ഉണ്ടല്ലോ, ഇതിന് എന്തോ ഒരു തണുപ്പും കൂടിയുണ്ട്. ഭയങ്കര നമ്മൾ ഡോക്ടർ ആൻഡ് കീയുടെ വാട്ടർ മെലൺ സൺസ്ക്രീൻ ഇടുമ്പോൾ ഒരു തണുപ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ വേരിയൻറ്റിന് മൊത്തത്തിൽ എനിക്കൊന്ന് കോൺഷ്യസ് കെമിസ്ട്രി, ഞാൻ ഇതിൻ്റെ ഒരു ഫേസ് മാസ്കും കൂടി ആക്ച്വലി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് ഫേസിനൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ജീവൻ വെച്ചതുപോലെയൊക്കെ തോന്നും. അപ്പോൾ അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുമുണ്ട് ഈ ഒരു തണുപ്പ്, ഇതിനുമുണ്ട് ഈ ഒരു തണുപ്പ്. കാരണം ഇത് ആക്ച്വലി ഇതിനും വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനൊരു ഫിസിക്കൽ. ആൻഡ് ഈ പ്രൊഡക്റ്റ് ആക്ച്വലി ആക്നെ പ്രോൺ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഇത് ഭയങ്കര ഓയിലി ആക്കുന്നത് പോലത്തെ ഒരു സൺസ്ക്രീൻ അല്ല. ആൻഡ് ഓൾസോ ആക്നെ പ്രോൺ സ്കിന്നിന് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ബിക്കോസ് ഇത് നോൺ കോമ്പിഡോജനിക് ആണ്. ഈ കോൺഷ്യസ് കെമിസ്ട്രിയുടെ എല്ലാ സൺസ്ക്രീനും നോൺ കോമ്പിഡോജനിക് ആണോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് അതിൽ പലതും കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ ആക്ച്വലി യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നോൺ കോമ്പിഡോജനിക് ആണ്. അതായത് ആക്നെ പ്രോൺ സേഫ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് ബേസ് മേക്കപ്പിലേക്ക് പോവാം. ബേസ് മേക്കപ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പാക്കിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ആൻഡ് ആ ഫൗണ്ടേഷനിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ആ ഫൗണ്ടേഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ എക്സ്പയറി ഡേറ്റിൻ്റെ കാര്യമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ എൻ്റെ കാര്യമായിട്ട് പാക്കേജിങ് നോക്കിയില്ല. പാക്കേജിങ് ഔട്ടർ പാക്കേജിങ് എൻ്റെ കയ്യിൽ ഇല്ല. സോ ആ പാക്കേജിങ് മാറ്റിയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതിനൊരു ചെറിയൊരു സ്മെല്ല്, അതായത് ഓയിലിന് എന്തെങ്കിലും ഒരു ചെറിയ കുറച്ച് പഴകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ല് ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്കത് യൂസ് ചെയ്യുമ്പോൾ ഒരു പേടി, ആൻഡ് ഓൾസോ ഓയിലുള്ളത് കൊണ്ടുള്ളൊരു പേടി. അപ്പം ഞാൻ വിചാരിച്ചു ഫൗണ്ടേഷൻ ഒന്ന് മാറ്റാമെന്ന്. അങ്ങനെ ഞാൻ ആക്ച്വലി വാങ്ങിയിട്ടുള്ളത് ക്ലിനിക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് ആക്നെ സേഫ് ആയിട്ടുള്ള നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഫൗണ്ടേഷൻ വേണം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ക്ലിനിക്കിൻ്റെ ഫൗണ്ടേഷൻ, ക്ലിനിക്കിൻ്റെ സിറം ഫൗണ്ടേഷനാണ് ഇത്, അത് വാങ്ങാവുന്നതാണ്. ഇതും പക്ഷേ കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡാണ്. ഇതിന് ഓൾമോസ്റ്റ് ലൈക്ക് ശരിക്കുള്ള പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഒരു 4000 rupees ഉണ്ട്. പക്ഷേ എനിക്കിതൊരു ഏകദേശം ഒരു 2500 കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പം നിങ്ങൾക്കൊരു അഫോർഡബിൾ വേർഷൻ അതിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് മെയ്ബെലിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്. മെയ്ബെലിൻ്റെ നോർമലി നമ്മൾ ഷോപ്പിലൊക്കെ പോയി കാണുന്ന നോർമൽ ഫൗണ്ടേഷൻ ഉണ്ട്. മെയ്ബെലിൻ്റെ ലൂമി മാറ്റ് അല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത മറ്റേ ബ്ലാക്ക് ക്യാപ്പുള്ള ആ ഒരു ഫൗണ്ടേഷൻ, അത് ഭയങ്കര നല്ലതാണ്. പോർലെസ് മാറ്റ് അങ്ങനെയുള്ള ആ ഫിനിഷിലുള്ള ഫൗണ്ടേഷൻ അത് ഭയങ്കര നല്ലതാണ്. അത് ആക്നെ പ്രോൺ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നോൺ കോംബിഡേജനിക് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണത്. വിലയും കുറവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറേ ഷെയ്ഡ് റേഞ്ചസ് അവൈലബിൾ ആണ് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഷെയ്ഡിലുള്ളത് കിട്ടും. പിന്നെ ആകെപ്പാടെയുള്ളൊരു പ്രശ്നം വെച്ചാൽ മെയ്ബെലിനൊക്കെ നോർമലി നമുക്ക് കൂടുതൽ അണ്ടർടോൺ വൈസ് എനിക്ക് നോക്കുമ്പോൾ അതൊരു കൂൾ അണ്ടർടോണിലാണ് ഫേവർ ചെയ്ത് എപ്പോഴും നിൽക്കുക. ബട്ട് കുറച്ചൊരു ഡസ്കി ഡീപ്പർ അങ്ങനെയുള്ള സ്കിൻ ടോണിനൊക്കെ അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷെയ്ഡ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്ലിനിക്കിൻ്റെ ഈ ഫൗണ്ടേഷൻ ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം വല്ലപ്പോഴും ഒക്കെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വലിയ പ്രശ്നമില്ല, നമ്മളൊരു നല്ല ഒരു ഫൗണ്ടേഷനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അതൊരു വലിയ വിഷയമല്ല. പക്ഷെ ഞാൻ ഡെയിലി എന്ന പോലെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്കിൻ ടിൻ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യുന്ന സാധനം കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ളതാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും, സ്കിന്നിനെ ആക്ച്വലി ഭയങ്കര ഡാമേജ് ചെയ്യിക്കുന്നൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ തന്നെ എടുത്തത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നപ്പോൾ ഇതിനൊരു 2500 സംതിങ്ങിന് എനിക്ക് കിട്ടി എന്ന് വിചാരിക്കും. അപ്പം ഞാൻ അതിൽ കാണുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 1 year കാലഘട്ടത്തേക്കാണ്. അപ്പോൾ 1 year എന്ന് പറയുമ്പോൾ 12 months ഉണ്ട്. 12 monthsൽ 2500 എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ വളരെ ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. സോ നമ്മൾ എല്ലാ ദിവസവും ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ നമ്മൾ ആക്ച്വലി അതിനൊരു നല്ല ക്വാളിറ്റിയിലുള്ള ഫൗണ്ടേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് എന്തുകൊണ്ട് നല്ലതാണ്, അത് നമുക്ക് ആക്ച്വലി ലാഭവുമാണ്. കാരണം ഇത് ആക്ച്വലി ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ, ഒരു ചെറിയ എന്ന് വെച്ചാൽ അത്രയും ചെറുത് എടുക്കുന്നുള്ളൂ. ഇതെൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്, CN1 ന്യൂട്രലോ അങ്ങനെ എന്തോ ആണ് എൻ്റെ ഷെയ്ഡ്. ന്യൂട്രൽ ഇതിലെവിടെയാണ് കാണുന്നില്ലല്ലോ, ന്യൂട്രലാണ് എൻ്റെ ഷെയ്ഡ്. ഇതിനകത്ത് SPF ഉണ്ട്, SPF 20 ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ അകത്തുമുള്ളൊരു പ്രത്യേകത, ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് കൂടുതലും ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഈ ഫൗണ്ടേഷനിൽ. ബട്ട് ആ SPF ഒന്നും ഞാൻ കണക്കാക്കാൻ പറയും. SPF ഉള്ള സ്കിൻ ടിൻ്റ് ആയിക്കോട്ടെ, ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, ഇനി ടിൻറ്റഡ് സൺസ്ക്രീൻ ആയിക്കോട്ടെ, നിങ്ങൾ ആക്ച്വലി അത് മാത്രം കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുമെന്ന് വിചാരിച്ചിരിക്കരുത്. നല്ല എമൗണ്ടിലുള്ള അറ്റ്ലീസ്റ്റ് SPF 50 എങ്കിലും ഉള്ള PA++, അതായത് 4+ എങ്കിലും ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെ ഈ സമ്മർ ടൈമിൽ യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ടാൻ ആവും, നിങ്ങളുടെ സ്കിന്നിൽ ആക്ച്വലി പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവും. ഈ ഒരു സമ്മർ ടൈം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. എൻ്റെ സ്കിന്നിൻ്റെ ടോൺ ആക്ച്വലി ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് അണ്ടർ ടോൺ ഏതാണെന്നുള്ളത്. എൻ്റെ സ്കിന്ന് ആക്ച്വലി ന്യൂട്രലാണ് ഈ ഒരു ഫൗണ്ടേഷൻ. ബട്ട് ന്യൂട്രലിൽ തന്നെ മോർ ടുവേർഡ്സ് വാം, അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കിന്നിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് യെല്ലോ ടോണുള്ള ഒരു സ്കിന്നല്ല, എന്നാൽ ഭയങ്കരമായിട്ട് പിങ്കും അല്ല, അങ്ങനെയാണ്. ആൻഡ് ഈ ഒരു ഞാൻ ന്യൂട്രൽ ഷെയ്ഡൊക്കെ എടുക്കുമ്പോഴേ എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം, എനിക്ക് ആക്ച്വലി ഫ്രഷ് ആയിട്ടിരിക്കണം എന്ന് മാത്രമാണ്. അതായത് ബ്രൈറ്റ് ആവണം എന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല, ഫ്രഷ് ആയിട്ടിരുന്നാൽ മതി. അപ്പം ഇത് കറക്റ്റ് അതിനകത്തുള്ള ഈ പിങ്ക് അണ്ടർടോണും ഉണ്ട്, വാം അണ്ടർടോണും ഉണ്ട്, രണ്ടും കൂടെ മിക്സഡ് ആണ് ന്യൂട്രലിന് നോർമലി വരിക. അപ്പം ഇതിൻ്റെ ഒരു ഫോമുലേഷൻ വൈസൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഭയങ്കര ഫ്രഷ് ആക്കി വെക്കുന്നുണ്ട് എൻ്റെ സ്കിന്നിനെ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം.
ആൻഡ് ഇത് സിറം ഫൗണ്ടേഷനാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് സ്കിന്നിൽ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതറിയേയില്ല. ആൻഡ് ഓൾസോ മാറ്റാണിത്. മാറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്താ പറയുക ടോണർ ഞാൻ 2 ലെയറൊക്കെ അപ്ലൈ ചെയ്തത് കേട്ടോ. ബിക്കോസ് നമ്മൾ ഡൂയി ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഈവൻ നമ്മളുടെ സൺസ്ക്രീൻ ആണെങ്കിൽ കൂടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേറെയും ഗുണങ്ങളും ഉണ്ട്, അത് ഞാൻ പറയാം. സോ കണ്ടോ, ഞാനത് ഇട്ട് കഴിഞ്ഞു. ഇതിപ്പം ആക്ച്വലി ഒട്ടും അറിയുന്നില്ല. ഇനി നെക്സ്റ്റ് ഞാൻ കൺസീലർ ഇടാൻ പോവാണ്. ഇത് ആക്ച്വലി ഒരു ഒലിവ് അണ്ടർടോൺ ഉള്ള ഒരു കൺസീലറാണ്, സ്മാഷ് ബോക്സിൻ്റെയാണ്. കൺസീലർ ആക്ച്വലി ഞാൻ പറഞ്ഞ പാക്കിൻ്റെ കൺസീലർ ആക്ച്വലി വളരെ വളരെ നല്ലതാണ്. അപ്പം വളരെ ലൈറ്റ് കവറേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മേബലിൻ്റെ കൺസീലർ യൂസ് ചെയ്യാവുന്നതാണ്. മേബലിൻ്റെ ഫിറ്റ്മിയുടെ തന്നെ കൺസീലർ, അത് നല്ലതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര ക്രീമി ലിക്വിഡി ആയിട്ടുള്ള ഒരു കൺസീലറാണ്. ഇത് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഓരോ സമയത്ത് ഞാൻ ഓരോ രീതിയിലാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോ കാണിച്ച സമയത്ത് ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോഴും എനിക്ക് ആക്ച്വലി ഈ ഒരു ഇവിടെ തന്നെയാണ് എൻ്റെ ഇഷ്യൂ ആയിട്ട് ഉണ്ടാവുക. ബട്ട് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാനതിങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇത്ര അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആൻഡ് ദെൻ ഇവിടെ അപ്ലൈ ചെയ്യും. ഇവിടെ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ആക്ച്വലി ഒരു ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്, ഫേസിനൊരു കംപ്ലീറ്റ് ഒരു ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഏരിയ നമ്മൾ ഹൈലൈറ്റർ എടുത്തില്ലേ, ഈ ഒരു ഏരിയയിൽ ഹൈലൈറ്റർ ഇടുന്നത് എന്തുകൊണ്ട് നമ്മളവിടെ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ കൊടുക്കാം. അപ്പോൾ ഹൈലൈറ്റർ ഇടുന്നതിന് പകരമായിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഞാൻ കൺസീലർ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യാം. ബിക്കോസ് എനിക്ക് കൈ വെച്ച് ചെയ്യുന്നതിനേക്കാളും കവറേജ് കറക്റ്റായിട്ട് കിട്ടുക എനിക്ക് ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല, പകരം ഡയറക്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാണ് ചെയ്തത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ നന്നായി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ടോണറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയാൻ വന്നതെന്താ വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഈ സ്കിൻ കെയർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ല, ഡയറക്റ്റ് സൺസ്ക്രീനാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സമ്മറിൽ എക്സ്ട്രാ ലെയറായിട്ട് ഒരു ലെയറും കൂടി ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈവൻ ടോണർ ഞാൻ 2 ലെയറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആക്ച്വലി മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഹൈഡ്രേറ്റഡ് ആണ് സ്കിന്ന്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്താ പറയുക കൺസീലർ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു കൺസീലർ സെറ്റ് ചെയ്യും. ഞാൻ തൽക്കാലം കൺസീലർ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ സെറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എടുക്കുന്നതുപോലെ ചാർലറ്റ് ടിൽബറിയുടെ ഒരു പൗഡറാണ്. ഇതും ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഏതൊരു ഓഫറിൽ കിട്ടിയത്, കുറച്ച് നാളായി ഞാൻ വാങ്ങിയിട്ട്. ഇതാണ് ഇപ്പം കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്പ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കെ ബ്യൂട്ടിയുടെ ഒരു കോമ്പാക്റ്റ് പൗഡർ ഉണ്ട്. അത് ഞാനിവിടെ പിക്ചർ കൊടുക്കാം. അതും ആക്ച്വലി അത് നല്ലതാണ്. അപ്പം പിന്നെ ഒരു കാര്യം വെച്ചാൽ, ഞാൻ പൗഡർ ഫേസിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ എൻഡിൽ അവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന കോർണറിലേക്ക് വരുമ്പോൾ കൺസീലർ ക്രീസ് ചെയ്യുക എന്നുള്ളത് ഒരുവിധപ്പെട്ട എല്ലാവരുടെയും പ്രശ്നമാണ്, എൻ്റെയും മെയിൻ പ്രശ്നമായിരുന്നു. അപ്പം നമുക്കിവിടെ സ്കിന്നിൽ ആക്ച്വലി റിങ്കിൾസ് ഉണ്ടെങ്കിൽ കൺസീലർ ക്രീസ് ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. ക്രീസിങ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, കൺസീലർ പൗഡർ നമ്മൾ ഇങ്ങനെ ഒരു സ്പഞ്ചിലെടുക്കുക. ആൻഡ് ഇത് ഞാൻ കൈയുടെ ബാക്കിലൊന്ന് ജസ്റ്റ് ബഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള എക്സ്ട്രാസ് വെച്ചിട്ട് മാത്രം ഈ ഒരു ഏരിയ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതെടുക്കുന്നു, ജസ്റ്റ് ഇതിൽ ബഫ് ചെയ്ത് എക്സ്ട്രാസ് എല്ലാം കളയുന്നു. ഇതിൻ്റെ അകത്ത് ബാക്കിയിരിക്കുന്ന എക്സ്ട്രാസ് കൊണ്ട് മാത്രം ഞാൻ ഐഷാഡോ പാലറ്റ് ഞാൻ കാണിക്കുന്ന ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ്. ഇന്ന് കുറച്ച് വേറൊരു സ്ഥലത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ പാലറ്റിനിടയിൽ കുറേ നാളായിട്ടിരിക്കുന്ന ഒരു പാലറ്റാണ്, കണ്ടോ, കുറേ നാളായിട്ടിരിക്കുന്ന ഒരു പാലറ്റാണ്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ വെറുതെ വെച്ചിട്ട് വേസ്റ്റ് ചെയ്ത് കളയുമ്പോൾ എനിക്കൊരു വിഷമം. അപ്പം ഞാൻ അതിൽ ഞാനൊരു മെറൂണിഷ് ഷെയ്ഡ് എടുക്കാം. അതും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആക്ച്വലി കളർ കറക്റ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, ആൻഡ് അറ്റ് ദ സെയിം ടൈം കണ്ണൊന്ന് ബ്രൈറ്റായിട്ടിരിക്കണം അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആക്ച്വലി ഒരു ബ്രൗണിഷ്, ഒരു ന്യൂഡ്, ഒരു വാം ഒക്കെയുള്ള
കളർ കറക്റ്ററിൻ്റെ കളറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഐ ഷാഡോ യൂസ് ചെയ്യാവുന്നതാണ്. കൺസീലറിൻ്റെ ഉപയോഗവും കുറച്ച് കുറയ്ക്കാം. അറ്റ് ദ സെയിം ടൈം കണ്ണ് നോർമലി നമ്മളുടെ എന്താണ് കണ്ണൊക്കെ ഭയങ്കരമായിട്ട് എഴുതി ഡ്രാമാറ്റിക് ആക്കുകയും വേണ്ട. ഓക്കെ, കണ്ണിന് ഓൾറെഡി ഒരു ലൈഫ് വന്ന പോലെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കണ്ണിന് കുറച്ച് വലിപ്പമുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ എന്തെങ്കിലും ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ണിങ്ങനെ ചത്ത പോലെ ഇരിക്കും. എൻ്റെ കണ്ണങ്ങനെയാണ്. എൻ്റെ കണ്ണ് ഒന്നാമത് കുറച്ച് വലിപ്പമുണ്ട്, രണ്ടാമത് അതിന് കുറച്ച് ഒരു ഉണ്ടക്കണ്ണ് പോലെയാണുള്ളത്. അപ്പം അതിലെ പ്രശ്നമുണ്ട്. ആൻഡ് എന്ത് ചെയ്യുമ്പോഴും ഏത് ഐ ഷാഡോ എടുത്താലും നമ്മൾ മുകളിലിടുന്നത് താഴെയും കൂടി ഇടാൻ നോക്കുക എപ്പോഴും. മുകളിൽ ആക്ച്വലി കുറച്ച് ബ്രൈറ്റ് 2 ടോണൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഡാർക്കർ ടോൺ വേണം താഴെ അപ്ലൈ ചെയ്യാൻ. ഇത് ഫേസ് സ്കാനിൻ്റെ കാജലാണ്, ഇത് ബ്രൗൺ കാജലാണ്. അപ്പോൾ ഈ ബ്രൗൺ കാജൽ വെച്ചിട്ട് ഞാൻ താഴെ മാത്രം ഔട്ടർ കോർണറിൽ ഒന്ന് എഴുതി കൊടുക്കും. അതായത് നോർമലി ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കാജൽസ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഷെയ്ഡിങ് കൊടുക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഐ ഷാഡോ വെച്ചിട്ട് പ്ലേ ചെയ്യാൻ അധികം അറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേസ് സ്കാനിൻ്റെ ബ്രൗൺ കാജൽ ഇതിനൊരു 200 റുപ്പീസിന് താഴെയുള്ളൂ. അങ്ങനെയുള്ളൊരു കാജലാണ്. ഇത് വാങ്ങിയിട്ട് ഇത് ആക്ച്വലി നമുക്ക് ഈ ഒരു ഏരിയയിൽ മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഴുതുന്നില്ല, അപ്പോൾ ഒരു സ്റ്റാർക്ക് ലൈനൊന്നും വരത്തില്ല. ഓക്കെ, ഔട്ടർ കോർണറിൽ മാത്രം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ ഇത് വെച്ചിട്ട് ഈ ഇന്നർ കോർണർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഹെയർ അധികം ഇല്ല, ഈ ഒരു ഭാഗം, അപ്പോൾ അവിടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഭയങ്കര സട്ടിലാണ്, അധികം അറിയത്തില്ല. ബ്രൗൺ ആയതുകൊണ്ട് തന്നെ ഇത്ര എടുത്ത് നിൽക്കത്തുമില്ല. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ചെയ്യാനുള്ളത് മസ്കാര ഇടുക. അതിൽ മാത്രം വേറെ മാറ്റമൊന്നുമില്ല, ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ. ഈ മസ്കാരയും ആക്ച്വലി ഇത് സ്റ്റേസ് ബ്യൂട്ടിയുടെ മസ്കാര ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് മസ്കാര ഇഷ്ടമാണ്. ഒന്ന് മെയിനായിട്ട് എനിക്കത് റിമൂവ് ചെയ്യാനുള്ള ഈസിനെസ് കൊണ്ടാണ് എനിക്കിത് ഇഷ്ടം. പിന്നെ മസ്കാരസൊക്കെ നോർമലി ഒരു 6 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ അത് മാറ്റണം. അപ്പോൾ 6 മന്ത്സിലേക്ക് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. സോ നമ്മളുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളുടെ മസ്കാര ഇട്ടു, നമ്മൾ ബേസ് മേക്കപ്പ് കഴിഞ്ഞു. പക്ഷേ ബേസ് മേക്കപ്പ് നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ബ്ലഷ് ഇടുക എന്നുള്ളതാണ്. ഇത് ആക്ച്വലി എറ്റ്യൂഡ് ഹൗസിൻ്റെ ഒരു ബ്ലഷാണ്. എറ്റ്യൂഡ് ഹൗസിൻ്റെ കുക്കി ബ്ലഷാണ്, കുക്കി ബ്ലഷർ എന്നാണ് എൻ്റെ പേര്. ഭയങ്കര ക്യൂട്ടാണിത്, കണ്ടോ, ഇതിൻ്റെ ഒരു പഫ് കൂടെ വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ളതാണ്. ആൻഡ് ഇതും ഈ പ്രൊഡക്റ്റ് ആക്ച്വലി ആക്നെ സേഫ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, നോൺ കോമഡോജനിക്കാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ബിക്കോസ് നിങ്ങൾ ഡസ്കി സ്കിന്നുള്ളവരാണെങ്കിൽ ഡസ്കി സ്കിൻ ടോണിന് ഇത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. ബ്ലഷസ് എന്ന് പറയുമ്പോൾ നോർമലി ഇപ്പോൾ കൊറിയൻ ബ്ലഷായിട്ട് വരുന്നത് കൂടുതലും ഒരു എയറി ടെക്സ്ചറിലുള്ളതാണ്. ആൻഡ് ഓൾസോ ഭയങ്കര ഒരു പേസ്റ്റൽ കളേഴ്സൊക്കെയാണ് അവർ കൂടുതലായിട്ടും വരുന്നത്. ഒന്നാമത് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല. പിഗ്മെൻറ്റേഷൻ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണാൻ പറ്റില്ല, അത്രയും ചെറിയ പിഗ്മെൻറ്റേഷൻ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഇതിന് ഭയങ്കര പൗഡറി ലുക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇടുന്ന സമയത്ത് ഭയങ്കര കേക്കി ആയതുപോലെ ഇരിക്കും, അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം ഇതിന് പകരം കുറച്ച് ഡീപ്പർ സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ ഈ എറ്റ്യൂഡ് ഹൗസിൻ്റെ ഈ ഒരു ടിൻ്റ് ഉണ്ട്. ടിൻ്റ് ഞാൻ പല തവണ കാണിച്ചിട്ടുള്ളതാണ്. ടിൻ്റ് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളുടെ കുറച്ച് ഡസ്കിയാണ്, കുറച്ച് ഡീപ്പറാണ് സ്കിൻ ടോണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് നന്നായിട്ട് വർക്കാവും. ഇതും ആക്നെ സേഫ് ആയിട്ടുള്ള ഒരു ടിൻ്റാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ സമ്മർ ടൈമിൽ ആക്ച്വലി നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ, ഇപ്പം കണ്ണിൻ്റെ മുകളിലാണെങ്കിലും ഐ ഷാഡോ ആയിട്ടും ബ്ലഷായിട്ടും ഈവൻ ലിപ് ടിൻ്റായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്കിന്നിനെ ഒരു തരത്തിലും ഇറിറ്റേറ്റ് ചെയ്യില്ല, നല്ല പിഗ്മെൻറ്റഡ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റുമാണ്. തൽക്കാലം ആക്ച്വലി ഞാൻ എൻ്റെ സ്കിന്നിൽ ആക്ച്വലി ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വേറെ പൗഡറൊന്നും വേറെ എവിടെയും ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സോ ഞാൻ ഐ തിങ്ക് ഇതൊരിക്കലും ഓവർ ആവില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ എത്ര ഇട്ടാലും
ഭയങ്കര ഒരു ബ്ലഷ്ഡ് ലുക്കിലേക്ക് ഒരിക്കലും പോവില്ല. ഇപ്പോൾ സട്ടിൽ ബ്ലഷൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഇപ്പോൾ സട്ടിൽ ബ്ലഷിൻ്റെയും കൂടി കാലമാണ്. ഞാൻ വീണ്ടും ആക്ച്വലി ഞാനിവിടെ മൊത്തം ഒരു ലിഫ്റ്റഡ് ലുക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാത്തത്. ഞാൻ ആക്ച്വലി നിങ്ങളുടെ ചീക്സ് ഫുള്ളറായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ആക്ച്വലി ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ചിക്കിൻ്റെ കാര്യത്തിൽ എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഡസ്കി, ഡീപ്പർ അങ്ങനെയുള്ള സ്കിൻ ടോണും കൂടെ ചേരുന്നൊരു ലിപ്സ്റ്റിക്ക് പറഞ്ഞുതരാം. ഞാൻ ഇന്ന് ആക്ച്വലി ഞാൻ ചെയ്യാൻ പോകുന്ന അതാണ്. ഓൾറെഡി എൻ്റെത് ലൈറ്റർ സ്കിൻ ടോണും ന്യൂഡും ഒക്കെയാണ് നോർമലി യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ എല്ലാം ബ്രൈറ്റ് ലിപ്സ്റ്റിക്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് എവരിഡേ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ ഒരു ലിപ്പ് ലൈനറും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഫേ ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ്. ഈ ലിപ്പ് ലൈനർ ഭയങ്കര ക്രീമിയാണ്. ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇതിനെ ലോങ് ലാസ്റ്റ് ചെയ്യിപ്പിച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്യണം. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൻ്റെ എനിക്ക് ഷെയ്ഡിൻ്റെ നെയിം ബോട്ടം ലൈൻ എന്നാണ്. ഇത് ഒരുവിധപ്പെട്ട എല്ലാ ലിപ്സ്റ്റിക്കിനും സ്യൂട്ടബിൾ ആവുന്ന പോലത്തെ ഒരു ലിപ്പ് ലൈനറാണ്. ഹീറോ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ എടുക്കാനുള്ള കാരണം, ഒന്ന് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡ്രൈയിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇപ്പോൾ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് അല്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് ലിപ്സ്റ്റിക്സിലൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മളുടെ സ്കിന്നിനെ അല്ലെ ലിപ്പിനെ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആക്കുന്ന പ്രൊഡക്ട്സ് ആണ്. ബട്ട് നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഒരു ഷെയ്ഡ്, ഒരു ബ്രൗൺ. അപ്പോൾ ഇത് ആക്ച്വലി ഡീപ്പർ സ്കിൻ ടോണിന് ചേരും, കുറച്ച് ഡസ്കി സ്കിൻ ടോണിന് ചേരും, നല്ല ലൈറ്റർ സ്കിൻ ടോണിന് ചേരും. എല്ലാ സ്കിൻ ടോണും ആക്ച്വലി ഒരുപോലെ ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാനിത് ആക്ച്വലി ഇട്ട് കാണിച്ചു തരാം. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ആക്ച്വലി സ്വൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ ഡാബ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിലും ശരി, നമ്മൾ യൂസ് ചെയ്ത സ്കിൻ കെയർ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ആക്ച്വലി സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത, സ്കിന്നിനെ സെൻസിറ്റീവ് സ്കിന്നിനെയും ആക്നെ പ്രോൺ ആക്കാത്ത, സമ്മറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലത്തെ ഒരു മേക്കപ്പാണ്. ഇനി ഞാൻ ആക്ച്വലി ഊരി വെച്ച ബ്രേസസും കൂടെ ഇടാം. സോ ഓക്കെ, ഞാൻ എൻ്റെ മേക്കപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. അതല്ല, ഇനി അഫോർഡബിൾ വേർഷൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ആക്ച്വലി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.